കേരളത്തിലെ നേതാക്കന്മാർ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷ ചർച്ചയായിരുന്നോ അജണ്ട എന്ന ചോദ്യത്തിന് പക്ഷേ ആരും വ്യക്തമായ ഉത്തരം നൽകിയില്ല. വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള യോഗമാണ് നടന്നതെന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെപ്പറ്റി ചർച്ച നടന്നിട്ടില്ലെന്നും നേതാക്കന്മാർ പുറത്തെത്തി അറിയിച്ചു. ഈ വിഷയത്തിൽ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയം. KPCC അധ്യക്ഷ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും അത്തരം വാർത്തകൾ തെറ്റാണെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. തന്നെ വളഞ്ഞ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കെ സുധാകരൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷ പദവിയെ പറ്റിയും ചോദ്യമെത്തിയത്. MP-മാരിൽ ചിലർ അധ്യക്ഷ പദവി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. MP ആയവർക്ക് KPCC അധ്യക്ഷനാകാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും എന്നാണ് സുധാകരൻ മറുപടി പറഞ്ഞത്. MP-മാർ ആരും അയോഗ്യരല്ല. അവർ ആകുന്നതിൽ ആർക്കും തെറ്റ് പറയാൻ സാധിക്കില്ലെന്ന് കൂടി സുധാകരൻ പറഞ്ഞു വെച്ചു. വിഷയത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ബ്രേക്കിംഗ് വാർത്തയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ സുധാകരൻ തറപറ്റിച്ചത്. ചോദ്യങ്ങൾ അധികമായപ്പോൾ ആ വേല മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ സുധാകരൻ മാധ്യമങ്ങളുടെ തമ്മിൽ തല്ലുവേലയെ പൊളിച്ചടുക്കി. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള MP-മാർ KPCC അധ്യക്ഷ കസേരയിൽ ലക്ഷ്യം വെച്ചിരുന്ന വേളയിലാണ് സുധാകരന്റെ ഈ പരാമർശം. ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഇല്ല, അതൊന്നും ചർച്ച നടത്തിയിട്ടില്ല. ഇത് ചർച്ച നടത്തേണ്ട ഒരു വേദിയല്ല. അത്ര ആളുകൾ അതായത് ചർച്ച നടക്കുമോ? എന്തായിരുന്നു പൊതുമാതരവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച? ഒന്നുമില്ല. വന്ദേമാതരം കണ്ടിന്യൂ ചെയ്യണം. അതേ തർക്കങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ ഇടയിൽ തർക്കങ്ങളൊന്നുമില്ല. നമ്മളെത്രയോ കാലമായി നമ്മൾ അനുവർത്തിക്കുന്നൊരു ഗാനമാണത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പത്തെ എടുത്ത തീരുമാനത്തിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഇല്ല, അതൊന്നും വന്നില്ല. ഇല്ല. അഭിപ്രായം രേഖപ്പെടുത്താനൊന്നും സമയവും സാവകാശവും ഇല്ല. അവിടെ ചർച്ചകൾ മുഴുവൻ വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനാണ്. ആ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചയാണ് മിക്കവാറും നടന്നത്. അതുകൊണ്ട് ഇന്ന് ചർച്ചയൊന്നും നടന്നിട്ടില്ല. ആ ചർച്ചയിലേക്ക് ആരും വന്നിട്ടില്ല. ആരും ആ പ്രശ്നം എടുത്തു പൊക്കിയിട്ടില്ല. ഇല്ല, അതൊന്നും ചർച്ച നടത്തിയിട്ടില്ല. ഇത് ചർച്ച നടത്തേണ്ട ഒരു വേദിയല്ല. അത്ര ആളുകൾ അതായത് ചർച്ച നടക്കുമോ? എന്തായിരുന്നു പൊതുവെ ഒരു വികാരം? പൊതുവികാരം നമ്മളെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസ് തിരിച്ചു വരണം. അതിന് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകണം. കൂടെ നിർത്താൻ പറ്റാവുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൂടെ നിർത്തണം. കരുത്തുണ്ടായ ഒരു മുന്നണിയായി കോൺഗ്രസിന്റെ മുന്നണിയെ UDF മുന്നണിയെ മാറ്റിയെടുക്കണം എന്നതാണ് നമ്മുടെ തത്വം. വന്ദേമാതര നയത്തിൽ എങ്ങനെയാണ് AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ തെറ്റുപറ്റിയത് എന്നുള്ളതൊരു ആ ചർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കും അഭിപ്രായം പറയാനും വന്നിട്ടില്ല. ശരി, ഇല്ല, അതൊന്നും പറഞ്ഞില്ല. അവിടെ ഒന്നും പറഞ്ഞില്ല. അതൊന്നും അതെങ്ങനെയൊരു ചർച്ചയൊന്നും അവിടെ വന്നില്ലെന്നേ. KPCCക്ക് പ്രസിഡന്റ് വേണ്ടേ? ഫുൾ ടൈം ആയിട്ട് വേണം. ഞങ്ങളെല്ലാം അഭിപ്രായം തന്നെയാണ്. ഫുൾ ടൈമായ KPCC പ്രസിഡന്റ് വേണം. അങ്ങനെയൊന്നുമില്ല. MP-മാരിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ എന്ന് അവർക്ക് ആയിക്കൂടെ? അതൊരു കഥയാ. അത് മറ്റേ Was it discussed that 1937 resolution will be adopted by the Congress, where only two paragraph will be sung of Vande Mataram? So what happened in the meeting on that front? Regarding that subject, we were not discussed. So I have no answer. Okay. And what all was discussed during the meeting?